പ്രിയ സുഹൃത്തുക്കളെ, ഇതുണ്ട് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തരാം. നമ്മുടെ ജക്സിച്ചായനാണ്. അച്ഛാ നമസ്കാരം. ഒന്നുമില്ല അച്ഛാ, അച്ഛാൻ ഇവിടെ സ്വന്തമായിട്ട് വനം ഉണ്ടാക്കി എന്ന് പറയുന്ന കേട്ടു. അതൊന്ന് കാണാൻ വേണ്ടി വന്നാണ്. കുറെ കഷ്ടപ്പെട്ടു. കാരണം മരങ്ങളെ അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ സോഷ്യൽ ഫോറസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് വനങ്ങളിൽ നിന്ന് പോലും അന്യം നിന്ന് പൊക്കോണ്ടിരിക്കുന്ന പല മരങ്ങളെ അതിന് ഒത്തിരി കഷ്ടപ്പെട്ടു കൊണ്ടുവന്നു. അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തു. അതിനൊരു കാവും കുളം എന്നൊരു കൺസെപ്റ്റ് പണ്ടുതൊട്ടുണ്ടായിരുന്നു. റബ്ബറായിരുന്നു മുഴുവനും. അപ്പൊ അതെല്ലാം കളഞ്ഞു വെച്ചാൽ അന്നെല്ലാരും പറഞ്ഞു വട്ടാന്ന് പറഞ്ഞു. അത് ഞാൻ അംഗീകരിച്ചു. കാര്യം വ്യത്യസ്തമായി ചിന്തിക്കുന്ന എല്ലാവരെയും ലോകം പണ്ട് തൊട്ട ഒരു പേര് വിളിച്ചിട്ടുണ്ട്, ഭ്രാന്തൻ. അപ്പൊ പിന്നെ അതിനെ നമുക്ക് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അന്ന് എന്റെ വായിക്കുമായിരുന്നു. അമ്മാച്ചനൊരു എഴുത്തുകാരനായിരുന്നു. ഞാനും എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്ക വെച്ച്. പിന്നെ പപ്പായും മമ്മിയും ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആയിരുന്നു. പപ്പ ഒത്തിരി എൻകറേജ് ചെയ്യായിരുന്നു വായിക്കുന്നതിന്, റീഡിങ്ങിനോട്. അങ്ങനെ ഒത്തിരി ബുക്സ് വായിക്കുന്നുണ്ടായിരുന്നു. MDയുടെ ഒത്തിരി നോവൽസ് എന്നെ ഒത്തിരി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ട് എന്റെ മനസ്സിൽ ഈ കാവും കുളവും എന്നൊരു കൺസെപ്റ്റ് കിടക്കുക, നമ്മുടെ പഴമയെ തിരിച്ചു കൊണ്ടുവരിക. പുതിയ നമ്മൾ അവിടെ ഒന്നും കണ്ടോണ്ടിരിക്കുക. 31 വർഷമായി ഇപ്പൊ അവിടെ കിടക്കുന്നു. പക്ഷെ എനിക്ക് ഇന്നും ഈ നാടിന്റെ ആ പഴമയാണ് എന്റെ മനസ്സിൽ മുഴുവൻ കിടക്കുന്നത്. അപ്പം ആ പഴമയെ തിരിച്ചു കൊണ്ടുവരാൻ എന്നെ കൊണ്ടാകുന്നത്. പിന്നെ ഈ പക്ഷിമൃഗാദികൾ എല്ലാത്തിനും തല്ലിക്കൊന്ന് ഓടിക്കുന്നു. നമ്മൾ ഈ മണ്ണില് ജനിച്ചതൊരു ക്രിസ്തീയ പാരമ്പര്യമുള്ള വീട്ടിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ബൈബിൾ കണ്ടോട്ട് വായിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഇതിനെല്ലാം സൃഷ്ടിച്ച് ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ഇപ്പൊ ഇവിടെ മനുഷ്യൻ താമസിച്ച് ഇതിനെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അപ്പൊ അവർക്ക് ജീവിക്കാനുള്ള നമുക്ക് ഉണ്ടെങ്കിൽ 3 സെന്റ് സ്ഥലത്തിനകത്ത് ഇതിനെല്ലാം ജീവിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അവർ ജീവിക്കട്ടെ. ബാക്കി സ്ഥലത്ത് നമുക്കൊരു വീട് വെച്ച് പ്രകൃതിക്ക് ദോഷമില്ലാത്തവരിൽ അങ്ങ് താമസിച്ചാൽ പോരെ. ഇപ്പൊ അവർക്ക് അവകാശികളാണല്ലോ ഭൂമിക്ക്. അവകാശികൾ എന്ന് പറഞ്ഞ നോവൽ വായിച്ചിട്ടുണ്ട്, അതിന്റെ കാര്യം അറിയാം. അവരൊക്കെ ഭൂമിയുടെ അവകാശികളാണ്. അപ്പൊ അവരെ സംരക്ഷിക്കണം. ഇവിടെ ഉള്ള എല്ലാ ജീവജാലങ്ങളും പ്രകൃതിക്ക് ഉപകാരം തന്നെ വരുന്നതാണ്. ദോഷങ്ങൾ ഉണ്ടായിരിക്കും, അത് മനുഷ്യനെ ഉള്ള ഇത്രയും ദോഷമുള്ളൂ, ബാക്കി മറ്റൊന്നും കുഴപ്പമില്ല. അപ്പൊ അവരെയും ചെടികളെ എല്ലാം സംരക്ഷിച്ച് മാക്സിമം പോവുക. ഒന്ന് പരിചയപ്പെടുത്തിയാ. എന്റെ പേര് ജെക്സി, ഒഫീഷ്യൽ നെയിം തോമസ് ചെറിയാൻ. ഞാൻ ബേസിക്കലി ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. പിന്നെ അമേരിക്കയിലാണ് ഇപ്പം 31 വർഷമായിട്ട്. അവിടെ ഓട്ടോമൊബൈൽ ഫീൽഡിൽ തന്നെ ആയിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് പ്രൊഫഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു. കാരണം പിള്ളേർ നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഇനി ഒത്തിരി ഹാർഡ് വർക്ക് ഒന്നും ചെയ്യണ്ട, അതുകൊണ്ട് ലൈറ്റ് ഡ്യൂട്ടി ആയിട്ട് പോകുന്നു. അങ്ങനെയാണ്. നമുക്ക് വനമൊന്ന് കണ്ടാലോ? കാണാം. സാധാരണ വെള്ളത്തിലല്ലേ ഇടുന്നേ, ഇതന്നെ ഇവിടെ വീട്ടിനകത്ത് എടുത്തിട്ട് അറിയോ? ഞാൻ ഈ അവധിക്ക് വരുമ്പോൾ ഞാനും ചിലപ്പോൾ മുഴുവൻ വെള്ളത്തിലായിരിക്കും. അപ്പൊ കുറച്ചു നേരം കരയ്ക്ക് വെള്ളം ഇരിക്കട്ടെ, തൽക്കാലത്തേക്ക് അവനെന്ന് വെച്ചേക്കാം. അതന്നെയല്ല, വെള്ളത്തിലിട്ട കുഴപ്പം എന്നാന്ന് വെച്ചാല് ഇതിനകത്ത് വെള്ളം കയറും. അപ്പൊ നമ്മൾ അതിനെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കോരി കളഞ്ഞില്ലെങ്കിൽ അതിനകത്ത് കൂത്താടി ഇതെല്ലാം കെട്ടിക്കിടക്കും. അപ്പൊ ഇതിനെ പഴമയുടെ ഒരു ഇതായിട്ട് സംരക്ഷിച്ചേക്കുന്നുള്ളൂ, നനയാതെ. ഇത് ചുരുളന്റെ ഒറ്റ തടിയലുള്ളത്. ഇപ്പം കിട്ടുന്ന നല്ല ഫൈബറാണ്. ഇത് ഒറ്റ തടിയെ തന്നെയുള്ള 3 പേർക്ക് ഇരിക്കാവുന്ന ചുരുളന്. ഇത് വെള്ളത്തിൽ കിടന്നതിനെ എടുത്തോണ്ട് വന്നാ. പിന്നെ നമ്മള് പിച്ചളയുടെ എല്ലാം ഒന്ന് പോളിഷ് ചെയ്തു. പിന്നെ 2-3 പിച്ചള കെട്ടിക്കേണ്ട വന്നായിരുന്നു. ചെമ്പാണിയെല്ലാം കണ്ട് അത് തന്നെ അവരടിച്ചേക്കുന്ന ആണിയല്ല. അതിനിങ്ങനെ നനയാതെ അത് ഇരിക്കാൻ വേണ്ടിയാണ് ഈ സ്ഥലം ഉണ്ടാക്കി വെച്ചത്. പിന്നെ ആ കൂട്ടത്തിലാണ് ഈ ഭരണിയെല്ലാം പഴയ മമ്മിയുടെ കാലത്തെ ഭരണിയാ, അല്ലാതെ പുതിയ വാങ്ങിക്കുന്നതല്ല. മമ്മി പണ്ട് അച്ചാറും ഒക്കെ ഇട്ട് വെച്ചിരുന്ന അത് അവിടെ ഇരുന്നതിനെ കുറെയൊക്കെ പൊട്ടാതെ കിട്ടി ഞങ്ങൾക്ക് അവിടെ തന്നെ സംരക്ഷിച്ചേക്കുക. പിന്നെ ഈ 2 തുഴ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആറന്മുളയിൽ നിന്ന് കിട്ടിയതാ. നമ്മുടെ വള്ളംകളിക്ക് വെള്ളത്തിൽ പോവും ചില തുഴയെ. അപ്പൊ അവര് മുങ്ങിയെടുത്ത് വെച്ചേക്കുന്ന 2 തുഴകളാ അത് കിട്ടിയത്, ചുണ്ടന്റെ. അതന്നെ വള്ളത്തിന്റെ കൂടെ തന്നെ ഞങ്ങൾ അതിനെ വെച്ചു. ഇതാണ് എന്റെ സഹധർമ്മിണി. ജാൻസി എന്നാണ് പേര്. 2 പേര് യൂസിൽ തന്നെയാണ്. പിന്നെ ഇവർക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ടോ ഞാൻ ഇതൊക്കെ ഇപ്പം ചെയ്യുന്നു. പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്നതിനോട് താല്പര്യമുണ്ടോ? ഇതെന്നാണോ പറയാൻ? അത് ഈ ഒരു കിണറിന്റെ പ്രത്യേകത എന്താ? ഈ കപ്പയൊക്കെ ഉണ്ടോ? ഇത് പണ്ട് തൊട്ടുള്ള നമ്മുടെ ശരിക്കുള്ള കിണറാണ്. വടക്ക് കിഴക്കായിട്ട് പണ്ടത്തെ അവർ കുഴിച്ചുണ്ടാക്കിയതാ. പക്ഷെ അത് ഇതിട്ടേക്കുന്നത് ഇതാണ് നമ്മുടെ പഴയ തടിക്കപ്പിയാ. അപ്പൊ അതിനെ ആ ഷോയ്ക്ക് അങ്ങനെ തന്നെ. ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ, കപ്പി നമ്മുടെ ഇരുമ്പ് കപ്പിയായിരുന്നു. പിന്നെ ഞാനിത് റീമോഡലെല്ലാം ചെയ്ത് വന്നപ്പം ഇതിനെ ആ തടി കപ്പി കിട്ടിയപ്പം അതിനെ അങ്ങനെ
ഇത് ചെയ്ത് വെച്ചേക്കുന്നത് ആ പഴമയെ നിലനിർത്താൻ വേണ്ടിയുള്ള. ഇത് നമ്മുടെ പഴയ മാടക്കട, എന്റെയൊക്കെ ചെറുപ്പത്തിലുള്ള നമ്മുടെ പഴയ മാള്. നമ്മൾ എന്ത് വാങ്ങിക്കണേലും ഈ മടക്കടയിലൊന്നും വാങ്ങിക്കുന്നത്, ഗ്യാസ് മുട്ടായി ആണെങ്കിലും റീഫില്ല് വാങ്ങിക്കണേലും മഷി നിറയ്ക്കണേലും. അപ്പൊ ആ ഒരു മാടം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബിനുവാണ് സ്റ്റോറുംപടിയിലുള്ള തരുന്നത്. അവിടുന്ന് ഞങ്ങളിത് ആഘോഷപരമായിട്ട് പൊക്കിക്കൊണ്ട് ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു. ഇതിനകത്തെല്ലാം പഴയ പോലെ സെറ്റ് ചെയ്തേക്കായിരുന്നു. ഇപ്പൊ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല നാരങ്ങ മുട്ടായി, മറ്റേത് മറിച്ച് സോഡ കുപ്പി എല്ലാം വെച്ചേക്കായിരുന്നു. ഇപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. അതിനെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. പിന്നെ ആ പഴയ പഴമ കിട്ടാനായിട്ടാണ് ഇങ്ങനെയുള്ള കടകളൊന്നും കാണാൻ പോലും ഇല്ല. ഇതൊക്കെയല്ലേ നമ്മുടെ ഓർമ്മയിലുള്ളതേ. പലർക്കും ഇത് വന്നിട്ട് ഇഷ്ടമാണ്. അവരിവിടെ വന്നാൽ കൂടുതൽ ഫോട്ടോ എടുക്കാറുള്ളത്. ഞാൻ അതാ ചെമ്പടാക്കുന്ന സാധനം കേട്ടോ, ആ ചക്ക കിടക്കുന്നത് മഴ ആയതുകൊണ്ട്. ഇതല്ലേ ചെമ്പടാക്ക്. ഇതെവിടുത്തെയാ? ഇതെല്ലാം എവിടുത്തെയാണോ? ഇതിങ്ങനെ നമ്മുടെ ആഞ്ഞലി ചക്ക പോലെ. ഇത് പഴുത്ത് കഴിഞ്ഞാല് ഇതിനും വലിപ്പം വരുന്നതായിരുന്നു. ഇപ്രാവശ്യത്തെ ഊണാന്ന് ചുളയില്ല ഇതിനകത്ത്. മറ്റേ ഇത് ഇങ്ങനെ ചെറിയ ചക്കയല്ലേ, ഇച്ചിരി കൂടെ വലിപ്പം വരും. എന്നിട്ട് നമ്മൾ ആഞ്ഞലി ചക്ക പോലെ പഴുത്ത് കഴിയുമ്പോൾ പൊളിച്ചെടുക്കുമ്പോ ഈ കുഞ്ഞിയതിങ്ങനെ തൂങ്ങിക്കിടക്കും. നല്ല മധുരമായിരുന്നു. പിന്നെന്തുണ്ട്, അതാണ് കമണ്ടലും. പണ്ട് ഈ സന്യാസി ഇതെല്ലാം ഫ്രൂട്ട് ട്രീസ്. ഇതെല്ലാം പഴയ സിനിമ അമ്മാച്ചന്റെ സിനിമയായിരുന്നു. ഈ പുഴഴും വഴി ഇത് മമ്മൂട്ടിയുണ്ടോ? മമ്മൂട്ടി ആദ്യകാലത്ത് മമ്മൂട്ടിയായിരുന്നു. ഇതൊക്കെ പിന്നെ അന്ന് ഞങ്ങളൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ അന്ന് സിനിമയുടെ തുട കണ്ടെന്നൊക്കെ അങ്ങനെ ഒരു പോസ്റ്ററിന് കിട്ടിയതാ. ഇതൊക്കെ പിന്നെ പുതിയ സിനിമ. ഇത് നമ്മുടെ ആരാധന പുരുഷനാണ് കേട്ടോ. മമ്മൂട്ടി എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പുള്ളിയുടെ റോളുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓ മോനെ ദിനേശ, നമുക്ക് പുള്ളിയാണ് ഏറ്റവും ഇഷ്ടം. നരസിംഹമാണ്. പിന്നെ അതാണ് ബോധി ആല് ഈ കാണുന്നത്. ആ ബുദ്ധനെ കാണിച്ചു കൊടുക്കും. ബുദ്ധനെ അവിടെ തന്നെയാണ് കിഴക്കോട്ട് തന്നെ ഇരുത്തിയേക്കുന്നത്. ആ ബോധിയാലാണ് ഈ വെച്ചേക്കുന്നത്. ബുദ്ധൻ ആകുന്നതിന് മുന്നേ എനിക്ക് ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല. സിദ്ധാർത്ഥൻ എന്നാലും തോന്നുന്നു. പുള്ളി അന്ന് രാജകുമാരനായിരുന്നു. അപ്പൊ ഈ ബോധിയാലിന്റെ അടുക്കൽ ഇരുന്ന് തപസ് ചെയ്താണ് ബോധോദയം ഉണ്ടായി ശ്രീബുദ്ധനായെന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ഇതിന്റെ ചോട്ടിൽ ഇരുന്നാല് ബുദ്ധിയില്ലാത്ത നമുക്കൊക്കെ ഇച്ചിരി ബോധം കിളക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇത്ര നാളും എനിക്ക് ബോധം ഇതുവരെ കിളത്തിട്ടില്ല. എന്താണേലും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ വേരിനെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് അവരുടെ ആ സ്ട്രക്ചറേ അങ്ങനെ തന്നെ ഉണ്ടായി വന്നേക്കുന്നു. അപ്പൊ അതിനുവേണ്ടിയാണ് ആ ബുദ്ധനെ അവിടെ വെച്ചു. ഒരു കുളവും അതാണ് തഴപ്പ. അതൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്. നമ്മുടെ പണ്ട് അതാണ് ശിംഷിബായ മരം. ശിംഷിബായ അതേതാ? നാം വലിയ മരം. അത് ഇന്നലെ കോതിയതോ. ഇതാണ് ശിംഷിബായ മരം എന്ന് പറയുന്നത്. അതായത് പേരുണ്ടല്ലോ. പേരുണ്ട്. എല്ലാ മരത്തിലും ഉണ്ടോ പേര്? ഇതുപോലെ എല്ലാം ഉണ്ടായിരുന്നു. ഒത്തിരി എണ്ണത്ത് പോയി. ഇതാണ് രാവണൻ പണ്ട് സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പോയി അശോകവനത്തിൽ ഇരുത്തിയെന്ന് നമുക്ക് അറിയുന്നുള്ളൂ. പക്ഷെ രാമായണം വായിച്ചാൽ അറിയാം. അശോകവനത്തിന്റെ നടുക്ക് നിൽക്കുന്ന ശിംഷിബായ മരത്തിന്റെ ചോട്ടിലാണ് സീതാദേവിയെ ഇരുത്തിയത്. അത് ഇതും മെഡിറ്റേഷന് പറ്റിയ ഒരു മരമാണ്. ഇന്നലെ കോതിച്ചായിരുന്നു, ഒത്തിരി പടന്നു കിടക്കുമായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ നല്ല കാവ് പോലെ കിടന്ന. ഇതാണ് നോനി. ഇതാണ് നാഗവള്ളി എന്ന് പറഞ്ഞ സാധനം. ഇത് വളരെ റയറാണ്. ഇത് കിടത്ത് കിട്ടാനും പാടാ. ഇതിന്റെ അറിയണമെന്നുണ്ടല്ലോ മണ്ട കണ്ടോ പാമ്പ് കയറുന്ന പോലെ നോക്കിയാൽ കാണാം. കയറിപ്പോയേക്കത്ത്. ഇത് ഇവര് പറയുന്നത് ഇതിന്റെ ഒരു പീസ് നമ്മൾ പെരക്കകത്ത് വെച്ചാൽ പാമ്പ് കയറുകയെന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. എനിക്കറിയത്തില്ല, പഴയ ആൾക്കാർ പറയുന്നത്. പക്ഷെ ഇതിനെ നമ്മൾ വളരെ പാടുപെട്ട അതിനെ ഇത്ര വളർത്തിയെടുത്തത്. എത്ര വർഷം പഴക്കം കാണും ഇതിനോ? ഇതിനൊക്കെ ഒരു 10, 12, 15 വർഷമൊക്കെ കാണുമായിരിക്കും. 10-15 വർഷം കാണും. ഇത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചിയുടെ അപ്പുറത്ത് കുന്നിക്കുരുവിനെ അപ്പുറത്തൂടെ കയറ്റി വിട്ടിട്ടുണ്ട്. നിറച്ച് കായുണ്ടാവുന്ന മൈലാഞ്ചി. പക്ഷെ ആ കുളത്തിലോട്ടല്ല വീഴുന്നത്. താഴെ ഒരു കുളം ഉണ്ടല്ലേ? താഴെ വലിയ കുളം. ഈ നിൽക്കുന്നെല്ലാം ഓരോ വെറൈറ്റി മരങ്ങളാണ്. ഇതെല്ലാം കൂടി ഇന്നൊന്നും പറഞ്ഞാൽ തീരുകയില്ല. ഓരോന്നിന് തന്നെ കഥകളുള്ളത്. ശരിക്കും വനത്തിൽ നമ്മൾ കയറിയൊരു ഫീൽ. ഇതാണ് തൃപ്പലി എന്ന് പറഞ്ഞ സാധനം. നമ്മളെ എല്ലാ ആയുർവേദ ഇതിന് തൃപ്പലി എടുക്കുന്ന. ഇതിങ്ങനെ പടം എടുക്കുന്ന ഈ കൊച്ചും മൾബറിക്ക പോലൊരു കായ ഉണ്ടാവും. അത് പറിച്ച് വില നമ്മളിവിടെ ആരും പറിക്കുന്നൊന്നുമില്ല. അതിനെല്ലാം ഇട്ടേ. കാരണം ഇത് ചെടി വേണം. ഇതിനടിയിൽ ആവാസ സ്ഥലമാണ്. ചിലപ്പം പാമ്പിന് കയറി കിടക്കാനായിരിക്കും, അരണയ്ക്കായിരിക്കും. അവർക്കൂടി ഇങ്ങനത്തെ
കാടും വേണം, വലിയ മരം മാത്രം പോരാ. ജീവജാലങ്ങൾ പല സ്ഥലത്താണ് അവർ വിശ്രമിക്കുന്നത്. അപ്പം നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം, ഇതൊക്കെയുണ്ട്. പക്ഷെ നമ്മളെ ഇതുവരെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. അവരൊക്കെ അങ്ങ് മാറിപ്പോക്കോളും, നമ്മളവരെ ഉപദ്രവിക്കാൻ ചെല്ലായിരുന്നാൽ മതി. ഇതിനകത്ത് എല്ലാ മരത്തിൻ്റെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ എളുപ്പത്തിൽ പറയാം. നമുക്ക് 27 നാൾമരങ്ങളും ഇതിനകത്തുണ്ട്. ഓരോ നാളുകാർക്കും ഒരു മരമുണ്ട്. അപ്പൊ ആ എല്ലാ നാൾമരങ്ങളെയും ഇതിനകത്തുണ്ട്, ഓരോ നാളിന്റെയും. അപ്പൊ ആ നാൾമരങ്ങൾ എല്ലാം ഉണ്ട്. അതിപ്പോ ഓരോന്നിന്റെയും മൂട്ട് ചെല്ലാൻ നമുക്ക് ഒത്തിരി സമയം എടുക്കും, ഓരോന്നിന്റെ എടുക്കാൻ ചെല്ലാൻ. ഇതിൽ ഒരു പഴങ്ങൾ പോലും ഞങ്ങൾ എടുക്കാറില്ല. ഇത് വനത്തിൽ നിന്ന് വരുന്ന അല്ലെ ഏത് ജീവജാലങ്ങളാണോ അവർ വരുന്നത് തിന്നേച്ചു പോകുന്നു. ആരും വരുന്നവർക്ക് അന്നേരം ഉണ്ടെങ്കിൽ അവർക്ക് പറിച്ചിട്ട് പോകും. അല്ലാതെ ഇവിടെ ആരും പറിക്കുകയോ ഇതൊന്നും ആരും ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടി കൊടുത്തേക്കുക, അവരുടെ രാജ്യമാണ് ഇതെല്ലാം. ഇതാ മരവുരി. മരവുരി അല്ലേ? പണ്ട് നമ്മൾ ഈ കേട്ടിട്ടില്ലേ, മരവുരി കൊടുത്തല്ലേ മനുഷ്യൻ തുണിക്ക് പകരം. അതിന്റെയാ ഇതൊന്നും എടുക്കാറായില്ല കേട്ടോ. ഇതൊക്കെ വർഷങ്ങളെടുക്കും വളർന്നു വലുതാകാൻ. ഇതിന്റെ തൊലി എടുത്തു കഴിഞ്ഞ വെച്ച് ഇത് വീണ്ടും തൊലി തന്നെ വന്ന് മൂടും. കണ്ടാ മോളി വക്കമരം നിപ്പുണ്ട്. പണ്ട് ആനയ്ക്ക് നമ്മൾ വക്ക കെട്ടുകാന്ന് കേട്ടില്ലേ, അതാ മോളി നിപ്പുണ്ട് വക്കമരം. അതിന്റെ തൊലി ഇതുപോലെ എടുത്തിട്ട് അവത്തിൽ നിന്നാണ് വക്ക ഉണ്ടാക്കുന്നത്. അത് എടുത്ത് 2-ാം വർഷം ആകുമ്പോ വീണ്ടും ആ തൊലി വന്ന് അങ്ങ് മൂടും. തെറ്റല്ലേ കേട്ടോ. അപ്പൊ മുഴുവൻ ഇതാണ് ശരിക്കും മനത്തിൽ കൂടെ നടക്കുന്ന ഫീല്. പിന്നെ ദൈവത്തിന്റെ തമ്പുരാന്റെ കൃപ കൊണ്ട് ഇതുവരെ നമുക്കിവിടെ അട്ടയും കുട്ടയൊന്നും ഇല്ല. അതുകൊണ്ട് ആ പേടി വേണ്ട കേട്ടോ. വിളഞ്ഞില്ല. രണ്ടാമത്തെ കാണണ്ടോ, അതാണ് കൊരണ്ടിപ്പഴം. വനത്തിലൊക്കെ ഉള്ള കൊരണ്ടിപ്പഴം എന്ന് പറയുന്നത്. കഴിക്കാൻ പറ്റുന്നേ. പിന്നെ ഈ റംബത്താനും കുന്തോന്നും വരാത്ത വനത്തിൽ പോയി പറിക്കുന്നവരല്ലേ കൊരണ്ടിപ്പഴം, വെട്ടിപ്പഴം, ഇതെല്ലാം ഉണ്ട്. വെട്ടി മുകളിലുണ്ട്. ഇതൊക്കെ ആയിരുന്നല്ല പണ്ടെല്ലാരും കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ഇതെല്ലാം വനത്തിലേക്ക് കിട്ടും. ഇല്ലാന്നി ഇതുപോലെ വലിയ വള്ളിയാ. അപ്പൊ ഈ ഒരു വെള്ളം കൊണ്ടൊന്നും വാട്ടർ ബോട്ടിലൊന്നും ഇല്ല. അതിന്റെ ഒരു വള്ളി വെട്ടിക്കഴിഞ്ഞാൽ കുറെ വെള്ളം കിട്ടും. അത് കുടിച്ചാൽ പിന്നെ നമുക്ക് ദാഹിക്കത്തുമില്ല. അതൊക്കെ ഇവിടെ ഉണ്ട്. ഇല്ലാന്നില്ല, അങ്ങേ സൈഡാ. അതിന്റെ ഒരു വലിയ വള്ളി കിടപ്പുണ്ട്. അന്ന് ഞാൻ വെട്ടിക്കാൻ സമ്മതിക്കില്ല ആരെയും. ഇതൊക്കെ നമുക്ക് ആ വനത്തിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനൊക്കെ തന്നെ ഇതിനെല്ലാം ക്രമീകരിച്ചേക്കുന്നത്. മനസ്സിലായോ? മരങ്ങൾക്കിടയിൽ വള്ളിക്കിടയിൽ കൂടെ അതൊരു പ്രത്യേക ഫീലാ. ഇത് ശരിക്കും ഈ കുളവ് കംപ്ലീറ്റ് പാറ പൊട്ടിച്ച് തന്നെ എടുത്തതാ. നാച്ചുറൽ സ്പ്രിംഗ് വാട്ടറാ. അതിനകത്ത് ഉറവ ഒലിക്കുന്നുണ്ടോ? നമുക്ക് അവിടെ നിന്ന് വെള്ളം കുടിക്കാം, നല്ല തണുത്ത വെള്ളം. ഏറ്റവും വലിയ കേട്ടോ. ഇതിനിപ്പം നടുക്കൊരു 2 പൊക്കത്ത് വെള്ളം കിടക്കുക. മീനുണ്ടല്ലോ. മീനുണ്ട്, കാണാം. വളർത്തു മീനും എല്ലാം കാണാനിട്ടേക്കുന്ന കേട്ടോ. നേരത്തെ സിലോപ്പിയായും അങ്ങനെ പലതുണ്ടായിരുന്നു. മീനൊക്കെ വരുന്നത് എല്ലാം പൊങ്ങി വരും. വല ഇച്ചിരി തീറ്റിട്ട് കൊടുത്ത് എല്ലാരും വരും. വലിയ ഷാർക്കും വൈറ്റ് ഗൗരാമി, ജൈൻ ഗൗരാമി, പിന്നെ ജാപ്പനീസ് കോയി ഇതുണ്ട്. പൊങ്ങി വരുന്നുണ്ടോ? അതൊക്കെ കണ്ടോ? അപ്പുറത്ത് മുന്നിട്ട് നോക്ക്. ആ ചോമ്പും കണ്ടോ? വലിയ മീൻ കിടപ്പുണ്ട്. വലിയ മീൻ കിടക്കുന്നത് നീ കണ്ടോ? അവനൊക്കെ മോളി വരും. കണ്ടോ വരുന്നുണ്ടോ? അടുത്ത വലിയ ഒരെണ്ണം വരുന്നുണ്ടോ? കണ്ടോ വലിയ ഒരെണ്ണം വരുന്നുണ്ടോ? ഇത് ശരിക്കും പാറ പൊട്ടിച്ച് തന്നെ കുളമാക്കിയതല്ലേ? ഇത് ഉറവയാ. ഇത് മുഴുവൻ നാച്ചുറൽ വാട്ടർ. നമ്മളൊന്നും ഫില്ല് ചെയ്യുന്നല്ല. കണ്ടോ ആ ഉറവുണ്ടോ സൈഡിൽ? എന്നിട്ട് ഇതിന്റെ ഈ 2 സൈഡ് മാത്രം ഞാനൊന്ന് കെട്ടിച്ചുള്ളൂ. ബാക്കി എനിക്ക് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി ആ മരങ്ങളും ഇതുമെല്ലാം ഇങ്ങനെ പടന്ന് കിടക്കണം. കണ്ടോ ആ തഴയൊക്കെ നിൽക്കുന്നുണ്ടോ? തന്നെ ഇപ്പം വളർന്നോളം താഴോട്ട് അതിന്റെ വേറെ ഇറങ്ങി വരുന്നുണ്ടോ പാറക്കൂടെ? അതൊക്കെ ആ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി. ഇതാണ് കേട്ടോ ശരിക്കും അത്തി. അത്തി എന്ന് പറഞ്ഞാൽ നാൾമരമാണ്. എന്റെ നാൾമരമാണ്. എന്റെ നാളിന്റെ മരമാണ് ഇത്. ഈ അത്തിയാണ് കാട്ടത്തി എന്ന് പറയും. ഇതിന്റെ കമ്പ് കൊണ്ടാണ് ഇപ്പൊ എല്ലാരും മറ്റേ നമ്മുടെ ഇസ്രായേൽ അത്തി മറ്റേ കൊണ്ടാണ് ഈ ദഹിപ്പിച്ച് കഴിഞ്ഞെടുക്കുന്നത്. ശരിക്കും ഇതിന്റെ കമ്പ് കൊണ്ടാണ് ഈ അസ്ഥി മാറ്റിയെടുക്കുന്നത് ഈ കാട്ടത്തിയുടെ. ഇത് കായ ഉണ്ടാവും, നിറച്ച് കായ ഉണ്ടാവും. പണ്ട് കേട്ടില്ലേ അത്തിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണം? അത് ഈ അത്തിയുടെ കാര്യം. നിറച്ച് നല്ല ചുമന്ന ബൾബ് പോലെ കായ. അത്തി ഇവിടെ വെച്ചേക്കുന്നതിനകത്ത് 4 മരങ്ങളെ ഒന്നിച്ചാണ് ഈ വട്ടത്തിൽ കുളത്തിന് ചുറ്റും നിർത്തിയേക്കുന്നത്. അത്തി, ഇത്തി, അരയാല്, പേരാല്, അങ്ങനെ 4 ആൽമരങ്ങൾ ചേർന്നാണ് 4 മരങ്ങൾ എന്ന് പറയുന്നത്. ആ 4ഉമാണ് ഈ വട്ടത്തിൽ നിൽക്കുന്നത്. കണ്ടോ? ആ പുറകിലോട്ട് നോക്കിയാൽ മതി. പിന്നെ ഇത്തി അപ്പുറത്തുണ്ട്, പേരാലുണ്ട്, അരയാലുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് തീരുകയല്ല. ഇതാ പരണ്ടക്കായ എന്ന് പറയുന്നതിന്റെ വള്ളി. ഈ തടി കണ്ടോ? ഇത് തടിയല്ലേ? അല്ലല്ല, ഇത് വള്ളിയാ. ഓ, മേലോട്ട് നോക്കുമ്പോ വള്ളിയല്ലേ? ഇതിനെനിക്കത് 10-12 വർഷം പഴക്കം കാണും. ഇതുവരെ കായ്ച്ചില്ല. ഇതിന്റെ കായ് ചിമപ്പയറിനോട്ട് വലിയ കായ ഉണ്ടാവും. അതിനകത്ത് അരിയുണ്ട്. അതെടുത്തിട്ടാണ് ഈ ആദിവാസികൾ. അതിന്റെ പ്രോസസ്സിംഗ് ഉണ്ട് കേട്ടോ. ചുമ്മാ കഴിക്കാൻ പറ്റിയില്ല.
അവര് പറയുന്നത് നിത്യവന് അവർക്ക് 90 വയസ്സായാലും കണ്ണാടിയില്ല, ദേഹത്തിന് സ്കിന്നൊന്നും ചുളിവ് ഉണ്ടാകുകയില്ല. പിന്നെ ആണുങ്ങൾക്ക് അവന്റെ 16 വയസ്സിലെ ആരോഗ്യം 18 വയസ്സിലെ ആരോഗ്യം അന്നേരം നിൽക്കുന്നത്. പക്ഷെ ഇത് പ്രോസസ് ചെയ്ത് കഴിക്കണം. പക്ഷെ ഇതിന് വള്ളിയുടെ ഭംഗിയാണ് എനിക്കിഷ്ടം. ഈ ഒരു കാ കഴിച്ചാല് അതൊക്കെ കാഴ്ചശക്തി കൂടും. അവരതൊക്കെ ഇത് കുഴപ്പമില്ല. വനങ്ങളിൽ നിന്ന് അന്യം നിന്ന് പൊക്കോണ്ടിരിക്കുന്നത് ഇത് പൊക്കത്തില, ഇത് പറിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവര് ചെയ്യുന്നത് ഇതിന്റെ മൂടങ്ങ് വെട്ടും. അപ്പൊ ഇത് ഉണങ്ങി താഴെ വീഴും. അപ്പൊ ആ മൂട് പോയില്ലേ, അങ്ങനെ ഇതിപ്പം നശിച്ചുകൊണ്ടിരിക്കുക. ഇത് ട്രിവാൻഡ്രത്ത് സോഷ്യൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവര് 100 ചില്ലാനം കാവുണ്ട് 10 11 കിളുത്തത്. അവത്തിന്ന് ഒരു തൈ എനിക്ക് കിട്ടിയത്. അത് വരികയായിരുന്നു അവര്. ഇതിന്റെ പേരെന്തായിരുന്നു? പരണ്ടക്ക എന്ന് അവര് പറയും. ചാര എന്ന് പറയുന്ന മരം കണ്ടോ, ചാര ആട്ടുക എന്നൊക്കെ പണ്ട് പറയും. അതായത് ചിലര് അടുത്തോട്ട് ചെന്നാൽ ദേഹം മുഴുവൻ ചൊറിയും. പിന്നെ അതിനുള്ളത് മരുന്നെന്ന് പറയുന്നത് പണ്ട് പറയുന്ന തുണിയില്ലാതെ താന്നിക്ക് വട്ടം ചാരും താന്നിയും അവിടെ നിൽപ്പുണ്ട്. കാഞ്ഞിരമുണ്ട്. കാഞ്ഞിര കിണർ ഇതുണ്ട്. ഇവിടെ ഒരു കിണറുണ്ട്. ഈ ആ കിണറിന്റെ നേരെയാണ് ആ കാഞ്ഞിരം വെച്ചേക്കുന്നത് മാറ്റി. അതെന്നു വെച്ചാൽ ഓറോളം വരുന്നത് കാഞ്ഞിരത്തിന്റെ വേര് ചെല്ലുമ്പോൾ ആ വെള്ളത്തിനകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ ഈ കാഞ്ഞിരം വലിച്ചെടുക്കും. അതുകൊണ്ടാണ് കാഞ്ഞിരം വിഷമാണെന്ന് പറയുന്നത്. കാരണം കാഞ്ഞിരം മണ്ണിലുള്ള വിഷം മുഴുവൻ വലിച്ചെടുക്കുക. ഇപ്പൊ പ്രത്യേകിച്ച് ഉറവുള്ള വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പോയിസണായിട്ടുള്ളതുണ്ടെങ്കിൽ ആ കാഞ്ഞിരത്തിന്റെ പേര് വലിച്ചെടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ശുദ്ധമായ വെള്ളം. ചൂരല് കണ്ടോ, ആ വലിയ മരത്തെ കയറി പോകുന്നത്. അത് ശബരിമല വനത്തിൽ നിന്ന് ഫോറസ്റ്റർമാരുടെ അനുവാദത്തോടെ കിട്ടിയതയ്യാ കേട്ടോ. ഇപ്പൊ അത്രയായി, പൊക്കത്തിലായി. ഇതിന്റെ ചുണ്ണാമ്പ് വള്ളി ഏതാണ്ടല്ലേ വള്ളികൾ, ഇതെല്ലാം ഓരോ വള്ളികൾ. ഇതിനെല്ലാം ഇട്ടേക്കുന്ന നാച്ചുറൽ വനത്തിന്റെ ഈ വള്ളിയെല്ലാം പോയിക്കുന്നുണ്ടോ. നമുക്ക് ആ വനത്തിന്റെ ഫീല് കിട്ടാൻ വേണ്ടിയാണ്. ഇതിനകത്ത് മുഴുവൻ കാട്ടുകോഴിയാ കേട്ടോ. ഇവരെല്ലാം ഇതിനകത്ത് താങ്ങളോ. പിന്നെ നമ്മൾ കാണിക്കാൻ മറന്നുപോയി, അപ്പുറത്തെല്ലാം വലിയ മരത്തിന്റെ എല്ലാം മണ്ടയ്ക്ക് നെസ്റ്റിംഗ് ബോക്സ് വെച്ചിട്ടുണ്ട്. ഓരോ സീസണിൽ ഓരോ കിളികൾ വനങ്ങളിൽ ഇവിടെ വന്ന് മുട്ടയിടുക, വിരിഞ്ഞു പോവുക. കാരണം അവർക്കിവിടെ ശല്യമില്ല. ഉടുമ്പ് വരെ ഇതിനകത്തോട് നടക്കുക. ഞങ്ങളൊന്നും ചെയ്യാറില്ല. വലിയ ഉടുമ്പ്, ഭയങ്കര വലിപ്പമുള്ള ഉടുമ്പ്. കോഴി ഇതൊക്കെ ഒന്ന് മുട്ടയിടുന്ന അതൊക്കെ പറക്കിക്കൊണ്ട് പോകും. അവരും കഴിക്കട്ടെ, എല്ലാവർക്കും വേണ്ടി ഉള്ളതല്ലേ. ഇതിനെല്ലാം ഇങ്ങനെ ആക്കിയതേ റബ്ബർ വെട്ടിക്കഴിഞ്ഞിട്ട് പടിഞ്ഞാറൻ ചായുവാ, ഭയങ്കര വെയില. അവിടെ ഈ ഓരോ മരത്തെയും കൊണ്ടുവന്ന് വെച്ച് 6-7 വർഷം ഓരോന്നിന്റെയും ചോട്ടില് ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്താണ് ഇവരെ ഒന്ന് വളർത്തിയെടുത്തത്. ഇപ്പൊ അവരും ഓക്കെ, അവരെല്ലാം 4 കാലം നിൽക്കാറായി. ഇനിയിപ്പൊ പേടിക്കണ്ട. കല്ലമ്മാഴ വനത്തിലുണ്ടാകുന്നതാ. ഇതിന് പ്രത്യേക ഒരു പഴമുണ്ട്. ആ പഴത്തിനകത്ത് അതിന്റെ അരി ഉണ്ടാകുന്നത്. അത് എന്തോ മരുന്നിനെടുക്കുന്നതാ. ഇത് എല്ലാ മരുന്നിനും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ആയുർവേദ മരുന്നിനകത്ത് ഇത് ചേരുന്നത്. ഈ മുള ആനമുള എന്നൊക്കെ പറയുന്ന മുളയായത്. വെറൈറ്റി ആണല്ലോ. ഇതാണ് ഇതിന്റെ കൂമ്പിന്റെ തന്നെ വലിപ്പം കണ്ടോ, ഇതിന്റെ വണ്ണം കണ്ടോ. നമ്മൾ 2 കൈ കൊണ്ട് പിടിച്ചിട്ട് പകുതി എത്തുന്നുള്ളൂ. പിന്നെ പൊക്കം നോക്കാമെങ്കിൽ കാണത്തില്ല കേട്ടോ, ഹൈറ്റ്. അടിപൊളി. ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല കീഴിലെ സ്ഥലം കേട്ടോ. ഇതിനെ ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങൾ വളർത്തിയെടുത്തതായിരുന്നു കൊണ്ടുവന്ന്. ഒരു 17 വെറൈറ്റി മുള തന്നെ ഇതിനകത്തുണ്ട്. ഇവിടെയും മുകളിലും ഒക്കെ ആയിട്ട്. മുളകള് ഓക്സിജൻ നമുക്ക് ഒത്തിരി തരും, ആൽമരങ്ങൾ ഓക്സിജൻ തരും. അപ്പം അതിനുവേണ്ടിയാണ് ഈ മുളയും ആലിനെയും കൂടുതൽ ഇത് കൊടുത്തേക്കുന്നത്. തടി വിറ്റ് നമ്മൾ കാശ് കിട്ടുക എന്നല്ല, നമുക്ക് ഓക്സിജൻ. ഇപ്പം ഇതിന്റെയൊക്കെ ഓക്സിജൻ പെർസെന്റേജ് നിൽക്കുന്നത് 10-20 കിലോമീറ്റർ റേഡിയസിലാണ്. അതായത് ഫ്ലൈറ്റിന്റെ ദൂരം പോലെ. നമ്മൾ നടന്നു പോകുന്ന ദൂരം അല്ല. 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങ് ചിലപ്പോൾ എറണാകുളം ചെല്ലുമായിരിക്കും ആകാശ ദൂരം നോക്കുമ്പോൾ. അത്രയും ഇവിടെ ഉണ്ടെങ്കിൽ അത്രയും ഭാഗത്തുള്ള മനുഷ്യർക്കും ആ ഓക്സിജനെ കിട്ടുക. നമുക്ക് ദോഷത്തിന് വേണ്ടിയല്ല, അതൊരു നല്ല കാര്യം കേട്ടോ. കാരണം എല്ലാവർക്കും നല്ല ശുദ്ധമായി നല്ല ഓക്സിജനെയാണ് കിട്ടുന്നത്. അജയ, ഇങ്ങനൊന്നും ഒരു മനുഷ്യനും ചെയ്തില്ല കേട്ടോ. അതല്ല നേരത്തെ പറഞ്ഞ വ്യത്യസ്തനായിട്ടുള്ളവരെ ലോകം ഭ്രാന്തരെന്ന് വിളിക്കും, വട്ടാന്നാ പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ. സ്വന്തമായിട്ട് വനം ഉണ്ടാക്കിയ വ്യക്തിയാണ് എന്റെ മുന്നേ നിൽക്കുന്ന ജെക്സി ചായൻ. അച്ചായൻ മന്നവരുതിലാണ് താമസിക്കുന്നത് അല്ലേ? റാന്നി മന്നവരുതിലാണ്. അപ്പൊ ആളിവിടെ ഇല്ല, അമേരിക്കയിലാണ് ഫുൾ ടൈം. പക്ഷെ എന്നാലും ഇവിടെ നോക്കാൻ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ? ഈ ഒരു വനം ഭയങ്കര ഒരു ഇത് തന്നെയാണ് കേട്ടോ. കാരണം ഒരാളും ഇങ്ങനെ ചെയ്യത്തില്ല. ആ കയ്യും തരുമോ? ഇത്രയും നല്ല സൽപ്രവർത്തി ചെയ്യുന്ന അച്ഛൻ എന്റെ വകയായിരിക്കട്ടെ, ബിഗ് സല്യൂട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ ഒരു ബൈ കൊടുത്തരേ. എല്ലാരും എന്റെ ഒരു പേജ് ഉണ്ട്, ജെക്സീസ് എന്ന് പറഞ്ഞ്. അത് ജോസ്മോൻ ഇട്ടാ മതി. അത് മെൻഷൻ ചെയ്തോളാം. ജസ്റ്റ് എല്ലാരും ഒന്ന് ഫോളോ ചെയ്തേരെ. എനിക്ക് അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ജെക്സീസ് അല്ലേ? ജെക്സീസ്. അപ്പൊ അച്ഛന്റെ പേജുകൾ ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പൊ നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ ഒരു ബൈ കൊടുത്തരേ. ബൈ ബൈ.